ഏറ്റവും പുതിയ വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് പെൻഷൻ പ്രായം ഉയർത്തില്ല. ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശകൾ ഭേദഗതികളോടെ അംഗീകരിച്ചു. 60 വയസ്സാക്കി ഉയർത്തണമെന്നായിരുന്നു ശുപാർശ. ആ ശുപാർശ അംഗീകരിക്കേണ്ടതില്ലെന്നാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമായി വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേർന്നു. സുലേഖ, പെൻഷൻ പ്രായം ഉയർത്തുന്നില്ല എന്നതടക്കമുള്ള, ഒപ്പം തന്നെ മുനമ്പം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും എന്നതടക്കമുള്ള മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. ഒപ്പം സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലടക്കം തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? എന്തായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന തീരുമാനം എന്ന് പറയുന്നത് പെൻഷൻ പ്രായം ഉയർത്തില്ല എന്നത് തന്നെയാണ്. പരിഷ്കരണ കമ്മീഷൻ ശുപാർശകൾ ഇത്തരത്തിൽ ഉയർത്തണമെന്നുള്ളതായിരുന്നു ഇത്തരത്തിലുള്ള ശുപാർശകൾ. എന്നാൽ അത് ഉയർത്തില്ല, അത് നിലവിൽ 60 തന്നെ തുടരാമെന്നതാണ് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. 4ാം പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകളാണ് ഇത്തരത്തിൽ 60 നിന്ന് പ്രായം ഉയർത്തണമെന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇത് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകൾ ഭേദഗതികളുടെ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയായിരുന്നു. ഇതിൽ പെൻഷൻ പ്രായം 60 നിന്ന് ഉയർത്തണമെന്നുള്ള ശുപാർശ അംഗീകരിക്കേണ്ടതില്ലെന്നതാണ് മന്ത്രിസഭാ തീരുമാനം. അതുപോലെ തന്നെ സിജി സൂചിപ്പിച്ച ഒരു കാര്യം മുനമ്പം വിഷയമാണ്. മുനമ്പം വിഷയം 3 മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് ആദ്യഘട്ടത്തിൽ ഈ കമ്മീഷൻ നിയമിച്ചത് മുതൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും അറിയിച്ചിരുന്ന ഒരു കാര്യം. അത് തന്നെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അതായത് മുനമ്പം വിഷയത്തിൽ ഉടമസ്ഥ സംബന്ധിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തി സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാൻ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടും. ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കുന്നതിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കമ്മീഷൻ ആവശ്യമായ ഓഫീസും ഇതര സംവിധാനങ്ങളും സമയബന്ധിതമായി ഏർപ്പെടുത്താൻ എറണാകുളം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും നേരത്തെ തന്നെ ഈ വീഡിയോ കോൺഫറൻസ് വഴി ഇത്തരത്തിൽ മുനമ്പം ജനങ്ങളോടും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഉന്നത സമിതി ചേർന്ന സമയത്തും എടുത്ത തീരുമാനം തന്നെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗവും അംഗീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തുടങ്ങി ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അതിനൊപ്പം തന്നെ അപ്പം സുലേഖ, ഇന്നലെ ഈ നാട്ടികയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതരെ കണ്ടെത്താൻ നടപടികൾ സ്വീകരിക്കാൻ നടപടിയും കൈക്കൊള്ളാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അവരെ കണ്ടെത്തി ധനസഹായം നൽകാനുള്ള തുടർ നടപടികളും മുഖ്യമന്ത്രി തലത്തിൽ സ്വീകരിക്കും. അതിനും തീരുമാനമെടുത്തിട്ടുണ്ടല്ലോ ഇന്നത്തെ യോഗത്തിൽ. തീർച്ചയായും സിജു, തൃശൂർ നാട്ടികയിൽ ഇന്നലെ പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള ഒരു വാഹനാപകടം ഉണ്ടായത്. ഈ വാഹനാപകടത്തിൽപ്പെട്ടവരുടെ ആശ്രിതരെ കണ്ടെത്താനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആശ്രിതരെ കണ്ടെത്തി ധനസഹായം നൽകാനുള്ള തുടർ നടപടികൾ മന്ത്രിതലത്തിൽ സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് തീരുമാനം വന്നിട്ടുണ്ട്. ഒപ്പം വയോജന കമ്മീഷൻ ഓർഡിനൻസ്, കരട് വയോജന കമ്മീഷൻ ഓർഡിനൻസ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിട്ടുണ്ട്. ഇത് പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യും. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്നതിനുമൊപ്പം കഴിവുകൾ പൊതുസമൂഹത്തിലേക്ക് ഉപയുക്തമാകുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും വയോജന സംരക്ഷണത്തിനുള്ള നിയമങ്ങളിലെ ഉത്തരവുകളിലുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നതിനും സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുകയുമാണ് ലക്ഷ്യം. ചെയർമാനും 3 കുറയാത്ത അംഗങ്ങളും ഈ വയോജന ക്ഷേമ കമ്മീഷൻ ഓർഡിനൻസിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സിജു. ഇത്തരത്തിൽ നിരവധിയായ കാര്യങ്ങളാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി വന്നിട്ടുള്ളത്. സുലേഖ, നിരവധി കാര്യങ്ങളിൽ, വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുക വിതരണത്തെ സംബന്ധിച്ചും ഇന്ന് വന്നിട്ടുണ്ട്. 2024 നവംബർ 20 മുതൽ 26 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4,44,709,750 രൂപ വിതരണം ചെയ്ത കാര്യം കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ആ നിയമനങ്ങൾ വേഗത്തിലാക്കുന്നത് സംബന്ധിച്ച ചില തീരുമാനങ്ങൾ കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി ഋഷ T. ഗോപാലിനെ നിയമിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഉത്തരവുകൾ, അതായത് വയോജന സംരക്ഷണത്തിനുള്ള വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള ഓർഡിനൻസ് പുറത്തിറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിരവധി കാര്യങ്ങളിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് പെൻഷൻ പ്രായം ഉയർത്തില്ല എന്ന തീരുമാനം. ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ പ്രത്യേകമായ പരിജ്ഞാനം ആവശ്യമുണ്ടെങ്കിൽ അത് ആർജിക്കാൻ അർഹതാ പരീക്ഷ നടത്തിയുള്ള ശുപാർശയും തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. നിയമന അധികാരികൾ എല്ലാ വർഷവും ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ റദ്ദ് ചെയ്യാൻ പാടില്ല. തസ്തികകൾ ഒഴിവരുന്ന ദിവസം പ്രധാനമായി പരിഗണിക്കണം. റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള തസ്തികകളിൽ എംപ്ലോയ്മെൻറ്റ് നിയമനം പാടില്ല.
ഓരോ തസ്തികകളിലെയും ഒഴിവുകൾ സ്പാർക്ക് മുഖേന ലഭ്യമാക്കേണ്ടതാണ്. പെൻഷൻ പറ്റുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ലഘൂകരിക്കും എന്നടക്കമുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ PSC നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി പ്രസ്തുത റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തസ്തികയിലേക്കുള്ള മുഖ്യ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ അവസാനിക്കണം. ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള തസ്തികകളിൽ നിയമനം വേഗത്തിലാക്കാൻ അംഗപരിമിതർക്ക് അനുസൃതമായ അനുയോജ്യമായ തസ്തികകളെയും യോഗ്യതകളെയും സംബന്ധിച്ച് വ്യക്തത വരുത്തണം. എല്ലാ ജീവനക്കാർക്കും വാർഷിക ആരോഗ്യ പരിശോധന ഏർപ്പെടുത്തും. വിരമിക്കുന്നതിന് 1 മാസം മുമ്പ് ജീവനക്കാരൻ്റെ പേരുള്ള അച്ചടക്ക നടപടികൾ പൂർത്തീകരിക്കണം എന്ന തീരുമാനങ്ങളും ഇന്ന് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മുനമ്പം റിപ്പോർട്ട് 3 മാസത്തിനകം സമർപ്പിക്കാനും മന്ത്രിസഭാ യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് സുലേഖ നൽകിയത്.